നമസ്കാരം. ശത്രുപാളയങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന കാശ്മീരിനെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഒറ്റുകൊടുക്കാൻ മടിക്കാത്ത പ്രതിപക്ഷ പാർട്ടിയാണ് നമുക്കുള്ളത്. കശ്മീരിനെ വീണ്ടും അപകടത്തിലാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നീക്കങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് എതിരായ ഹർജികൾ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ വലിയ ചർച്ചകളും വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പങ്കുവെച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിനോടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ അനുകൂല നിലപാടാണ് മറനീക്കി പുറത്തു വരുന്നത്. പാകിസ്ഥാൻ സ്ഫോടനം നടത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം ചെയ്യുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിന് പിന്നാലെ അത് തിരിച്ചുകൊണ്ടുവരാനും കാശ്മീരിനെ കൂടുതൽ അപകടത്തിലാക്കാനും നോക്കുകയാണ് ഇന്ത്യ സഖ്യം. അവർ പാകിസ്ഥാനുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു. കശ്മീരിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഭീകരരുടെ കൂടെ നിൽക്കുന്നു. കശ്മീർ താഴ്വരയിൽ തീവ്രവാദവും വിഘടനവാദവും തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടും കൊണ്ടുവരണമെന്ന് മുറവിളി കൂട്ടുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. അതിനു പിന്നിലെ അവരുടെ ഉദ്ദേശം കശ്മീരിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന രീതിയാണ് വീണ്ടും കശ്മീരിനെ തിരിച്ച് പ്രത്യേക പദവിയിൽ എത്തിക്കുക എന്നുള്ളത്. രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകും, പക്ഷേ നമ്മൾ സംസാരിക്കണമെന്ന് കോൺഗ്രസ് പറയും. അതിനുള്ള അന്തരീക്ഷം കോൺഗ്രസ് സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ നേതാക്കൾ പറയുന്നത് പാകിസ്ഥാനിൽ ആറ്റം ബോംബുണ്ടെന്നാണ്. പാകിസ്ഥാനെ പേടിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് അവരുടെ ആളുകൾ പറയുന്നു. ഈ ഇന്ത്യ സഖ്യകക്ഷികൾ പാകിസ്ഥാന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ആൾക്കാർ വിദേശത്തേക്ക് പോകുമ്പോൾ രാജ്യത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. കോൺഗ്രസിന് ഇന്ത്യയിൽ വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഒരു രാഷ്ട്രമല്ലെന്ന് അവർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ അവർ രാജ്യത്തിന്റെ സ്വത്വം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഡൽഹി കത്ര എക്സ്പ്രസ് വേ മുതൽ അമൃത്സർ പത്താൻകോട്ട് ദേശീയപാതയുടെ നിർമ്മാണത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ റെയിൽവേ സൗകര്യങ്ങളും ഗുരുദാസ്പൂരിന്റെയും പഞ്ചാബിന്റെയും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള തന്റെ പ്രതിബദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചു. പഞ്ചാബിലെ ഇന്ത്യ സഖ്യത്തിന്റെ തുടർഭരണത്തെയും മോദി ഉയർത്തിക്കാട്ടി. ഇന്ത്യ സഖ്യത്തിന്റെ യഥാർത്ഥ മുഖം പഞ്ചാബിനേക്കാൾ നന്നായി ആർക്കാണ് അറിയാവുക? പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ മുറിവേറ്റത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിഭജനത്തിന്റെ മുറിവ്, സ്വാർത്ഥത മൂലമുള്ള ദീർഘകാല അസ്ഥിരത പഞ്ചാബിൽ നീണ്ട അശാന്തി പരത്തുന്നു. പഞ്ചാബിന്റെ സാഹോദര്യത്തിന് നേരെയുള്ള ആക്രമണം നമ്മുടെ വിശ്വാസത്തിന് അപമാനമാണ്. പഞ്ചാബിൽ കോൺഗ്രസ് കാട്ടിക്കൂട്ടിയത് ചെറുതൊന്നുമല്ല. ഇവിടെ അവർ വിഘടനവാദത്തിന് ആക്കം കൂട്ടുന്നു. തുടർന്ന് അവർ ഡൽഹിയിൽ സിഖുകാരെ കൂട്ടക്കൊല നടത്തി. കോൺഗ്രസ് കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്നിടത്തോളം അവർ കലാപകാരികളെ രക്ഷിക്കുകയായിരുന്നു. സിഖ് കലാപത്തിന്റെ ഫയലുകൾ തുറന്നത് മോദിയാണ്. കുറ്റവാളികളെ ശിക്ഷിച്ചതും മോദിയാണ്. എന്നാൽ ഇന്നും കോൺഗ്രസും സഖ്യകക്ഷിയും ഇതിൽ വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഇവർ രാവും പകലും മോദിയെ മാത്രം അധിക്ഷേപിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനെ സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ലെന്നും ഉത്തരവിടാൻ ഡൽഹിയിലെ തിഹാർ ജയിലിൽ പോകേണ്ടി വന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിക്കുകയും ചെയ്തു.